ഓച്ചിറ ക്ലാപ്പന പ്രിയദർശിനി കലാസാംസ്കാരിക വേദിയുടെയും ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 15ാമത് പ്രൊഫഷണൽ നാടകോത്സവമായ നാടകരാവ് 2025 സംഘടിപ്പിക്കും. നാടകരാവ് 11 വൈകിട്ട് 5 മണിക്ക് ക്ലാപ്പന കുറ്റിയിടത്ത് ജംഗ്ഷന് സമീപം ഐക്കരക്കാട്ടിൽ ജംഗ്ഷനിലെ കലാഭവൻ മണി നഗറിൽ CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ഒരു ഏകപാത്ര നാടകം ഉൾപ്പെടെ 5 പ്രൊഫഷണൽ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. ഓച്ചിറ ക്ലാപ്പന പ്രിയദർശിനി കലാസാംസ്കാരിക വേദിയുടെയും ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 15ാമത് പ്രൊഫഷണൽ നാടകോത്സവമായ നാടകരാവ് 2025 സംഘടിപ്പിക്കും. ജനപ്രതിനിധികളും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. വൈകിട്ട് 7 മണിക്ക് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84 എന്ന നാടകം അവതരിപ്പിക്കും. 2ാം ദിവസത്തിൽ നമ്മൾ തിരുവാതിര മത്സരമാണ് വൈകിട്ട് 3 മണി മുതൽ പരിപാടിയുടെ ഭാഗമായി നടത്തുന്നത്. വരവിള AV മനക്കലിൽ വിജയമ്മയുടെ സ്മരണാർത്ഥം നടത്തുന്ന തിരുവാതിര മത്സരത്തിൽ എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും ഉണ്ട്. സമാപന ദിവസമായ 15ാം തീയതി വൈകിട്ട് 5 മണിക്ക് CR മനോജ് അനുസ്മരണത്തോടുകൂടി സമാപന സമ്മേളനം ആരംഭിക്കും. സമാപന സമ്മേളനം നമ്മുടെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്രാവശ്യം തൊട്ട് നമ്മൾ നാടക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KT മുഹമ്മദ് സ്മാരക അവാർഡ് നൽകുന്നുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്ട് 75ഓളം നാടകങ്ങൾ രചിക്കുകയും 85 വർഷക്കാലമായി നാടകരംഗത്ത് രചനയും സംവിധാനവും നിർവഹിച്ച് നാടക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന, ഇപ്പോൾ ക്ലാപ്പനയിൽ കുട്ടികൾക്ക് നാടകം പഠിക്കുവാനും അവതരിപ്പിക്കുവാനും അവസരം സൃഷ്ടിച്ചുകൊണ്ട് നിളയുടെ നേതൃത്വത്തിൽ ഒരു ഓപ്പൺ ഗാർഡൻ സ്റ്റേജ് നിർമ്മിച്ച് അവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് 10-20 വർഷക്കാലം ഓച്ചിറ കേന്ദ്രീകരിച്ച് തന്നെ നിള എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് പ്രഥമ KT മുഹമ്മദ് സ്മാരക അവാർഡ് പ്രിയദർശിനി പ്രാവശ്യം നൽകുന്നത്. രണ്ടാമത്തത് മികച്ച നവാഗത നാടക രചയിതാവിനുള്ള അവാർഡാണ് CR മനോജ് പുരസ്കാരം. അത് ശ്രീകുമാർ മാരാത്ത് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു നാടകകൃത്താണ്. 2009 മുതൽ അദ്ദേഹം ഈ നാടകരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. നിരവധിയായ നാടകങ്ങൾ എഴുതി ഈ നവാഗത നാടക രചയിതാക്കളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂന്നാമതായി പ്രിയദർശിനിയുടെ കാരുണ്യ സ്പർശം പുരസ്കാരം അർഹനായ ഓച്ചിറക്കാരനായിട്ടുള്ള മെഹർഖാൻ ചേനല്ലൂരാണ്. നാടകരാവിന്റെ ഉദ്ഘാടനം 11 വൈകിട്ട് 5 മണിക്ക് ക്ലാപ്പന കുറ്റിയിടത്ത് ജംഗ്ഷൻ സമീപം ഐക്കരക്കാട്ടിൽ ജംഗ്ഷനിലെ കലാഭവൻ മണി നഗറിൽ CR മഹേഷ് MLA നിർവഹിക്കും. പ്രസിഡന്റ് SM ഇക്ബാൽ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ കോമഡി ഷോ താരങ്ങളായ രാജേഷ് കൊട്ടാരത്തിൽ, സുജിത്ത് കോന്നി, ഹരി റാന്നി എന്നിവരെ ആദരിക്കും. ഒരു ഏകപാത്ര നാടകം ഉൾപ്പെടെ 5 പ്രൊഫഷണൽ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ പങ്കെടുക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടകരാവിന്റെ ഭാഗമായി വരവിള AV മനക്കൽ വിജയമ്മ സ്മാരക എവർ റോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള തിരുവാതിര മത്സരം, സിനിമാറ്റിക് ഡാൻസ് മത്സരം, കാവ്യസന്ധ്യ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 15 നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും CR മനോജ് അനുസ്മരണവും മുൻ മന്ത്രി G. സുധാകരൻ നിർവഹിക്കും. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള വിജ്ഞാനജ്യോതി പുരസ്കാരം, നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പ്രിയദർശിനി ഏർപ്പെടുത്തിയ പ്രഥമ KT മുഹമ്മദ് സ്മാരക അവാർഡ് ചെറുനിയൂർ ജയപ്രസാദിനും മികച്ച നവാഗത നാടക രചയിതാവിനുള്ള CR മനോജ് പുരസ്കാരം കുമാർ മാരാത്തിനും പ്രിയദർശിനി കാരുണ്യ സ്പർശ പുരസ്കാരം മെഹർഖാൻ ചേന്നല്ലൂരിനും മത്സരവിജയികൾക്കുള്ള എവർ റോളിംഗ് ട്രോഫി, ക്യാഷ് അവാർഡ് എന്നിവ മെഹർഖാൻ ചേന്നല്ലൂരിനും സമ്മാനിക്കും. മത്സരവിജയികൾക്കുള്ള എവർ റോളിംഗ് ട്രോഫി, ക്യാഷ് അവാർഡ് എന്നിവ CR മഹേഷ് MLA ആണ് സമ്മാനിക്കുന്നത്.
എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ നാടകങ്ങൾ ആരംഭിക്കും. 11-ാം തീയതി രാത്രി 7 മണിക്ക് അമ്പലപ്പുഴ സാരഥി അവതരിപ്പിക്കുന്ന നവജാത ശിശു വയസ്സ് 84. 12-ന് കോഴിക്കോട് സങ്കീർത്തന അവതരിപ്പിക്കുന്ന കാലം പറക്കണ്. 13-ന് തിരുവനന്തപുരം അജന്ത ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന വംശം. 14-ന് കൊല്ലം മൂൺലൈറ്റ് ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം നടൻ. 7-ന് തിരുവനന്തപുരം സൗവർണിക അവതരിപ്പിക്കുന്ന താഴ്വാരം. 15-ന് തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മുച്ചിട്ട് കളിക്കാരന്റെ മകൾ എന്നീ നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. പ്രസിഡന്റ് SM ഇക്ബാൽ, KR വത്സൻ, B ശ്രീകുമാർ, വരവിള ഹുസൈൻ, RK അഭിലാഷ്, KR സത്യൻ വൈഷ്ണോദയം, B കൃഷ്ണകുമാർ, അഭിലാഷ് വാലുതറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.